10:5-6 നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിന്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും. ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. അതാണ് ഇതിന്റെ ദുരന്തം എന്ന് പറയുന്നത്. ദൈവാനുഭവത്തിന് ഒരു ഹാൻഡ്സെറ്റും മദർ ബോർഡും ഉണ്ട്. നമുക്ക് ഫോൺ എടുക്കുമ്പോൾ, പണ്ടൊക്കെ ഫോണില്ലേ, അതിന് ഒരു മദർ ബോർഡ് ഉണ്ടാവും, ഒരു ഹാൻഡ്സെറ്റും ഉണ്ടാവും, ഇല്ലേ? ഈ മദർ ബോർഡും ഹാൻഡ്സെറ്റും തമ്മിലൊരു വയർ കൊണ്ടാണ് ബന്ധിച്ചിരിക്കുന്നത്. ഇപ്പോഴത് വയർലെസ് ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മളിൽ ഇത് അക്സെപ്റ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഉള്ള സ്ട്രക്ചർ ഉണ്ടാകണം. നമ്മൾ ഈ ഉടമ്പടിയിൽ ശ്രമിക്കുന്നത് ദൈവാനുഭവത്തെ റിസീവ് ചെയ്യാനുള്ള സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് നിങ്ങൾ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട കാര്യമാണത്. അല്ല ഞാൻ പത്രം കൊടുത്ത് രോഗികളെ കണ്ടെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് നടക്കരുത്. ഇതൊക്കെ ശാസ്ത്രീയമായൊരു വശമുണ്ട് ഇതിൻ്റെ പിന്നിൽ. അതായത് ഇപ്പം തന്നെ ഉദാഹരണത്തിന് ഇതിൻ്റെ കർത്താവ് സമാധാനത്തിന് ദൂതനെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനത്തോട് സഹകരിക്കാനുള്ള മനസ്ഥിതിയുണ്ട്. ദൈവവചനം വരുമ്പോൾ ദൈവവചനം നമ്മളിലേക്ക് വന്നാൽ സ്വാഭാവികമായിട്ട് ഇപ്സഫാത്തോ നമ്മൾ ദൈവത്തിൻ്റെ മക്കളെന്ന് ദൈവവചനം ആരിലേക്ക് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, അതായത് ദൈവവചനം ആരിലേക്ക് വരുന്നുവോ അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ ദൈവവചനം വരുന്നത്, അപ്പം നമ്മൾ ദൈവപുത്രരാകണം. നമുക്ക് വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ദൈവവചനത്തിന് നല്ല ഒരു സ്വീകരിക്കാനുള്ള ഒരു സ്വീകാര്യക്ഷമത, അതിനാണ് നമ്മൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ദൈവിക പുണ്യങ്ങൾ കൊണ്ട് നമ്മൾ ഒരുക്കണേൻ്റെ കാര്യം അതാണ്. ഇതിനെല്ലാം ഒരു ആധ്യാത്മിക സാങ്കേതിക ശാസ്ത്രത്തിൻ്റെ തോതിലാണ് ഈ ഉടമ്പടി വർക്ക് ചെയ്ത് വരണത്. അപ്പം അതിൻ്റെ ഒരു തിയറട്ടിക്കൽ ലെവൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെതായ നമ്മൾ ചെയ്യേണ്ടത് പ്രാക്ടിക്കലാണ്, പക്ഷേ അതിൻ്റെ ദൈവാനുഭവത്തിൻ്റെ ഒരു സാങ്കേതിക പശ്ചാത്തലത്തുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾക്ക് പെട്ടെന്ന് അത് ഈ ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 10:35 ദൈവവചനം പറഞ്ഞ ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു. അപ്പൊ ദൈവവചനം നമ്മളിൽ വസിക്കുമ്പോൾ നമ്മൾക്ക് ദൈവവചനം നമുക്ക് ദൈവാരൂപിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, അഭിഷേകം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് മനസ്സിലാകും, പെട്ടെന്നൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും. ഇത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഒരു നിലപാട് തറയെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ റോക്കറ്റ് ലോഞ്ച് ചെയ്യണ പോലെ എല്ലാത്തിനും ഒരു ലാൻഡിങ് പാഡ് ഉണ്ട്. ശരിക്കും ദൈവവചനത്തിൻ്റെ ലാൻഡിങ് പാഡ് കർത്താവ് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന വിഷയമാണ്. ഈശോ പല പല ഭാഷകളിലാണ് ലാൻഡിങ് പാഡിനെ കുറിച്ച് പറയണത്. അതായത് നിലം എന്നൊക്കെ പറയും, പിന്നെ ഈശോ പറയും അർഹത എന്നൊക്കെ പറയും. 10:13 എടുത്തേ, മത്തായിയുടെ സുവിശേഷം. മത്തായി 10:12-13 നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ. ഈ ബ്ലെസ്സിങ്ങിൻ്റെ റിട്ടേൺ അടിക്കുന്ന പരിപാടി വളരെ സീരിയസ് ആയിട്ട് കണക്കാക്കേണ്ടതാണ്. ബ്ലെസ്സിങ് ദൈവത്തിൻ്റെ കിട്ടാത്തതല്ല പ്രശ്നം, ഇത് നമുക്ക് സ്വീകരിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തതാണ്. അതാണ് പ്രശ്നം. ഇപ്പോൾ എന്തുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്? കൊച്ചി തുറമുഖത്തേക്കാൾ എപ്പോഴും എല്ലാ ദിവസവും ട്രഡ്ജ് ചെയ്ത് അതിൻ്റെ ആഴം കൂട്ടിയിട്ടാണ് കപ്പലെടുക്കുന്നത്. എന്നാലും ഒരു സൈസ് കഴിഞ്ഞാൽ പിന്നെ ഉൾക്കൊള്ളാൻ പാടായിരിക്കും. അതുകൊണ്ട് ആഴക്കടലിൽ തന്നെ തുറമുഖം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ പോലെ ഇരിക്കും നമ്മളുടെ കൃപയുടെ തോത് വർദ്ധിപ്പിക്കുക. തോത് എപ്പോഴും നമ്മൾ വിഷയം. നമ്മൾക്ക് ഈ 30% കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്. നിങ്ങൾ 30% ടാർഗറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 15% കിട്ടത്തുള്ളൂ. മത്തായി 13:8 എടുത്ത്. മത്തായി 13:8 മറ്റു ചിലത് നല്ല നിലത്ത് വീണു, അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ഇതാണ് ഈ അർഹത എന്ന് പറയുന്നത്. ഇതാണ് നിലപാട് തറയെന്ന് പറയുന്നത്. അതായത് ബൈബിൾ എല്ലാം പറയുന്ന ഒരു കാര്യം തന്നെയാണ്. വ്യത്യസ്ത ലാംഗ്വേജ്, വ്യത്യസ്ത മീഡിയ ഉപയോഗിക്കുന്നു, ബിംബങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ള
സംഭവം എല്ലാം ഒരു വിഷയമാണ്. ദൈവരാജ്യം എന്നുള്ള ഒറ്റ കോൺസെപ്റ്റിലാണ് ഇതെല്ലാം. ഒറ്റ ദൈവരാജ്യവും പിന്നെ കടുകമണിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ എന്നാ പറയണത്? ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. മത്തായി 13:31-32. സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യം. അത് എല്ലാ വിത്തിനെയും കാൾ ചെറുതാണ്, എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളേക്കാൾ വലുതായി ആകാശപ്പറവകൾ വന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ ചേക്കേറാൻ തക്കവിധം മരമായി തീരുന്നു. ഈശോ ഇതെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ദൈവരാജ്യം എന്നുള്ളൊരു സിംഗിൾ കോൺസെപ്റ്റിലാണ്. നമ്മൾ ഉടമ്പടി എപ്പോഴും വരുമ്പോൾ നിങ്ങൾ ഉടമ്പടി ഫലത്തിൽ നിങ്ങൾക്ക് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഉടമ്പടി പോലെ ലോകത്തിൽ ഇത്രയും ലാർജ് സ്കെയിലിൽ മനുഷ്യർക്ക് ഭൗതിക സാക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നൊരു പ്രാർത്ഥന എൻ്റെ അറിവിലില്ല. അത്രയും ഫാസ്റ്റാണിത്. തന്നെയല്ല ഇത് ഒപ്പം മനുഷ്യനെ വചനത്തിൽ വളർത്തുന്നു. വേനെ പോലെ കേട്ടു അനുഗ്രഹം പ്രാപിച്ചു ഒരു അപേക്ഷ കത്തെഴുതി പോകുന്ന മിനിമം പ്രോഗ്രാമല്ല. കേട്ടവൻ പതുക്കെ സുവിശേഷം സ്വീകരിക്കുകയും സുവിശേഷത്തിൻ്റെ നടപടിക്രമം പൂർത്തിയാക്കുകയും വചനത്തെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് അതിന് സാക്ഷിയായി ജീവിക്കുന്ന ഒരു സമാന്തര ജീവിതമുണ്ട്. നവീനക്ക് പക്ഷേ അതുണ്ടാകത്തില്ല. അപ്പോൾ ഇത് സഭയിൽ വരുന്നിരിക്കുന്ന അവസാനത്തെ ഒരു ആപ്ലിക്കേഷൻ പ്രെയറാണ്. ഈ ആപ്ലിക്കേഷൻ പ്രെയർ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ആപ്ലിക്കേഷൻ പ്രെയറിൻ്റെ പൂർണ്ണതയിലേക്ക് സഞ്ചരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം സതീഷ് അങ്ങനെ ഒരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞില്ല. സതീഷിൻ്റെ സാക്ഷ്യം ഒരു 5 മിനിറ്റേ മറ്റേ ഉള്ളൂ. പക്ഷേ അവിടെ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ ഈ സതീഷിൻ്റെ സാക്ഷ്യം ഇയാൾ പറയുമ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയണത്, ഞാൻ സാക്ഷ്യം കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്ക് വേറെ ഒരു റിലേഷനുമില്ല, ക്രിസ്ത്യാനിറ്റിയുമായിട്ട് യാതൊരു റിലേഷനുമില്ല. ഒരു കേവല മനുഷ്യനാണ്. ഈ കേവല മനുഷ്യൻ അയാളുടെ സാക്ഷ്യം, അയാളുടെ സുഹൃത്തുക്കൾ അയച്ചു കൊടുത്ത ഒരു സാക്ഷ്യം, അയാളുടെ ഒരു സങ്കടം അയാൾക്കുള്ള സങ്കടം എന്ന് പറഞ്ഞാൽ ഈ ആഴ്ചയിൽ ഇവിടെ സോറിയാസിൻ്റെ ഒരു വീക്കാണ് ഈ ആഴ്ച. കാര്യം ശരീരം മുഴുവനും സോറിയാസിസ് വന്ന് പഴുത്ത് പുണ്ണായി ഈച്ച വാർത്ത് ഇങ്ങനെ നീറി വെന്ത് ഒരു ദുരന്തമായിട്ട് ജീവിക്കണ ആൾക്കാരാണ് സോറിയാസിസ്. വന്ന് നോക്കണം. അപ്പോൾ ചെറിയ ചൊറിച്ചിൽ പോലും വന്നാൽ ഭയങ്കര പാടായിരിക്കും. ഇപ്പോൾ ശരീരം മുഴുവനായി വരുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ തന്നെ വെറുത്ത് പോകും. ഞാൻ എപ്പോഴും ഓർക്കും ഈ ജോബിനൊക്കെ പഴയ നിയമത്തിൽ വന്നത് സോറിയാസിസ് ആണെന്ന് ഓർക്കും. ചില സമയത്ത് അയാളിങ്ങനെ കമ്പോടൊക്കെ കൊണ്ട് മാന്തിക്കൊണ്ടിരിക്കണില്ലേ, ശരീരം മുഴുവൻ ഇങ്ങനെയായി ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോൾ സതീഷ് ഇതായിരുന്നു സംഭവം. അപ്പോൾ ഇവൻ്റെ സങ്കടങ്ങളെല്ലാം കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ ഇവനെന്ത് ചെയ്യുന്നറിയാം, കൂട്ടുകാരെന്ത് ചെയ്യുക, കൂട്ടുകാർ ഒരു ലിങ്ക് അയച്ചു കൊടുക്കും. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ അയക്കുന്ന ഒരു ലിങ്ക് ചിലപ്പോൾ നിങ്ങൾ അയക്കുന്ന ഒരു സാക്ഷ്യത്തിൽ ലിങ്കായിരിക്കും അത്. പക്ഷേ അതിലൂടെ ദൈവം നിങ്ങളെ ഉപകരണമാക്കിക്കൊണ്ട് ജീവിതങ്ങളെ മാറ്റിമറിക്കുന്ന മഹാകാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കൈയടിച്ച് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അടുത്ത് മനുഷ്യൻ്റെ, അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ സോറിയാസിസായി ജീവിതം തന്നെ വെറുത്ത് ഇരിക്കുന്ന സമയത്താണ് ഈ സാക്ഷ്യം അയച്ചു കൊടുക്കുന്നത്. സാക്ഷ്യം ഇയാളിങ്ങനെ കേട്ട്, ഒന്നാമത്തെ സാക്ഷ്യം കേട്ട് രണ്ടാമത്തെ സാക്ഷ്യം കേട്ട് ഇങ്ങനെ മയങ്ങുമ്പോൾ പെട്ടെന്ന് ഇയാൾ മയങ്ങിപ്പോവും. അപ്പോൾ ശിരസ്സിൽ കവചമിട്ട തലയെ തുണിയിട്ട ഒരു സ്ത്രീ വന്ന് ഈ മയക്കത്തിൽ ഇയാളെ ശിരസ്സിങ്ങനെ തലോടിക്കൊണ്ട് പോകും. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇയാളുടെ സോറിയാസിസിൻ്റെ വേദനയും കരിയുമൊക്കെ കുറഞ്ഞ് വരും. അപ്പോഴദ്ദേഹത്തിന് ഫീൽ ചെയ്യും, ഫസ്റ്റ് ടൈം ഒക്കെ ഫീൽ ചെയ്യും. സോറിയാസിസിൻ്റെ കരിവും ചൊറിച്ചിലും കുറഞ്ഞ് വരും. അയാൾ പറഞ്ഞ 75% കുറഞ്ഞെന്നാണ്. അപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഈ സാക്ഷ്യം കേട്ട സ്ഥലത്തേക്ക് ഒന്ന് ചെല്ലാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ പാലക്കാട് നിന്ന് ഇവിടെ വന്നപ്പോഴേക്കും മനസ്സിലായി
എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ശിരസ് തലയോടിയ ആ തലയെ തുണിയിട്ട ആളിവിടെ ഇരിപ്പുണ്ടെന്ന്. എന്നിട്ട് ഈ മനുഷ്യ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുക്കുമ്പോൾ അദ്ദേഹം ആദ്യം പറയണം, എൻ്റെ അമ്മ എനിക്ക് 75% ഇപ്പോൾ കുറവുണ്ട്, എൻ്റെ പരുക്കളെല്ലാം ഇങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വേദനയും കുറഞ്ഞ്, എനിക്ക് ഇത് പൂർണ്ണമായിട്ടൊന്ന് അമ്മ മാറ്റിത്തരണം. ഞാനത് വിശ്വസിക്കുന്നു, അമ്മയ്ക്കത് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ എഴുതി ഉടമ്പടി ചെയ്ത് അയാൾ വീട്ടിൽ ചെന്ന് അപ്പോൾ പിന്നീട് 5-6 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായിട്ട് അയാൾ അത് സുഖപ്പെട്ട്. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടത്, ഇയാൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഇയാൾക്ക് സംഭവിക്കുന്നു, ഇയാൾ പറയണത് എനിക്ക് ദർശനങ്ങൾ കൂടിക്കൊന്ന് സ്വപ്നങ്ങളൊക്കെ കാണാൻ തുടങ്ങിയെന്നാണ്. കാര്യം അതായത് ഞാൻ ഇന്നുവരെ മനസ്സിലാക്കി, എൻ്റെ ഇൻക്ലൂഡിങ് മൈസെൽഫ്, ഇത് ഉടമ്പടി ഒരു സ്വപ്നത്തിൻ്റെ പ്രയറാണ്, പ്രാർത്ഥനയാണ്. നിങ്ങൾ സ്വപ്നമെന്ന് പറയുമ്പോൾ ദൈവം അനാദികാലം പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു മീഡിയയാണ് ഈ സ്വപ്നം എന്ന് പറയുന്നത്. സ്വപ്നം ജഡികമാകണത് നിങ്ങൾ ജഡികമായത് കൊണ്ടാണ്. സ്വപ്നം ജഡികമാണ്, എല്ലാവർക്കും 90% സ്വപ്നം ജഡികമാണ്. അത് നിങ്ങളുടെ സാക്ഷാത്കരിക്കപ്പെടാത്ത ആസക്തികളെ നിങ്ങൾ സമ്മർദ്ദത്തിൽ വെച്ചിട്ട് ആണ് അങ്ങനെയുള്ള ജഡിക സ്വപ്നങ്ങൾ കാണുന്നത്. പക്ഷേ ഈ ഇന്ദ്രിയങ്ങൾ സപ്ലിമെൻ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ദൈവിക സ്വപ്നങ്ങൾ കാണും. യു വിൽ ബി ഇൻ ദ ഡിവൈൻ മെലിയോ, ദൈവിക മേഖലയിലേക്ക് നിങ്ങൾ വരും. പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ഇന്ദ്രിയങ്ങളെ നിന്റെ വിശുദ്ധ രക്തത്താൽ നീ കഴുകണമേ. നിന്റെ അടയാളങ്ങളെ, കാൽപ്പാടുകളെ, കയ്യൊപ്പുകള് എനിക്ക് സ്പർശന വിധേയമാകാൻ എന്റെ ഇന്ദ്രിയങ്ങളെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ അഭിഷേകം നിറക്കണമേ. പുറപ്പാട് 33:14, അതുപോലെ തന്നെ ജോഷുവ 1:9 എന്താ പറയണത്? പുറപ്പാട് 33:14 പറയണത് ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരും. കവനൻ്റിലുള്ളതാണ് പ്രസൻസ്, സാന്നിധ്യം. പിന്നെ എന്താണ് ജോഷുവയിൽ എന്താ 1:9 പറയണത്? ഐ കം വിത്ത് യു വേർ എവർ യു ഗോ. സാന്നിധ്യത്തിൻ്റെ വിശാലത വരണത് അങ്ങനെയാണ്. നീ എവിടെ പോയാലും, ദാറ്റ് മീൻസ് ICUലായി നീ ബോധം കെട്ട് വെന്റിലേറ്ററിൽ കിടന്നാലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്നാണ്. ശ്രുതികയുടെ ഹല്ലേലൂയ. കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന്, സാമീപ്യത്തിന് നന്ദി പറയുന്നു. അതായത് അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നീ കർത്താവിൻ്റെ വചനങ്ങളെ സന്തോഷത്തോടെ ചെയ്യാൻ തുടങ്ങുന്ന സമയമുണ്ട്. അപ്പോഴാണ് കവനൻ്റെ റൈപ്പാകുന്ന അപ്പോഴാണ്. അതൊക്കെ അത് നിങ്ങളുടെ കാലാവസ്ഥകൾ നിങ്ങൾക്കത് വിവേചിക്കണം. അതായത് കവനൻ്റെ പാകമായി ഇപ്പോൾ ഒരു പഴം, നമ്മൾ ഇപ്പം മാങ്ങ, ഉണ്ണി മാങ്ങ എന്നൊക്കെ പറയും, പിഞ്ചെന്നൊക്കെ നമ്മൾ പറയും അല്ലേ, പിഞ്ച്, പിന്നെ ഉണ്ണി മാങ്ങ, പിന്നെയാണത് പഴം മാങ്ങയായിട്ടൊക്കെ വരണത്, പഴുത്ത് വരുമ്പോൾ അല്ലേ. പിന്നെ ഒരു പ്രോസസ്സിങ് ഉണ്ട്. കവനൻ്റെ അതായത് ഒരു റൈപ്പാകുന്ന സംഭവമുണ്ട്. ആ സമയത്താണ് എന്താണ് നമ്മൾക്ക് സന്തോഷമുണ്ടാകും. ഇപ്പം നിങ്ങൾ പത്രം കൊടുക്കുന്നുണ്ട് ഇല്ലേ, അപ്പോൾ നിങ്ങളുടനെ അളിഞ്ഞ മോന്തമായിട്ടാണ് പലരും പോണത്. പത്രവും കഷത്ത് വെച്ച് അളിഞ്ഞ മോന്തമായിട്ട് എങ്ങനെ ആരെങ്കിലും പെട്ടെന്ന് കെട്ടി വെക്കണം. അതാ സംഭവം. എന്നിട്ട് ഈ കള്ളന്മാർക്ക് അക്കാമ്പോൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒരു കണ്ടാന്നൊക്കെ കള്ളന്മാർ പത്രം കൊണ്ട് പോകണ്ടേ. ഒത്തിരി പേര് കാണുമ്പോൾ അറിയാൻ പറ്റും. അവർക്ക് പേടിയാണ് ആൾക്കാരെ. ഈ പത്രം ആരെ കെട്ടി ഏൽപ്പിക്കുക, അവർ വാങ്ങിക്കുക, അവർ നമ്മളെ വഴക്കിടുക. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ടാർഗറ്റ് തന്നിരിക്കുന്നത് പ്രോജക്റ്റ് പത്രമാണ് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ അകത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന് നിങ്ങളുടെ സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്യുന്ന എൻ്റെ ഉദ്ദേശം. നിങ്ങൾക്ക് കേമന്മാരാണല്ല, 10ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അവൻ കളക്ടറാണെന്ന് പറഞ്ഞാൽ നടക്കണത്. ഇപ്പം അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തിന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ വലിയ കുടുംബക്കാരാണ്, ഞങ്ങൾ ആഭിജാത്യമുള്ളവരാണ്, ബ്ലൂ ബ്ലഡാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരില്ലേ,
അപ്പോൾ ഇവർക്കൊന്നും മെയ് അനങ്ങിയിട്ട് കർത്താവിൻ്റെ ജോലി വിനയത്തോടെ എളിമയോടെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അഭ്യാസികളെ ആദ്യം തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഉടമ്പടിയിൽ. എന്നുവെച്ചാൽ അതായത് നമ്മൾക്കുണ്ടാകുന്ന ദൈവത്തിന് പ്രവേശിക്കാൻ പറ്റാത്ത ഇടങ്ങളെ ഉടമ്പടി ആദ്യമേ തന്നെ പൊട്ടിച്ച് കളയും. എന്ത് പറയും? ആശുപത്രി പോകണം, ഗവൺമെൻറ് ആശുപത്രി തന്നെ നോക്കി പോകണം, അല്ലാതെ പ്രൈവറ്റ് ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി പോയിട്ട് AC റൂമിൽ പോയിട്ട് ആൻറ്റിനെ കണ്ടുവച്ചും പോന്നിട്ട് ഞാൻ രോഗിയെ കണ്ടെന്നൊന്നും പറയരുത്. അത് നിങ്ങളുടെ പ്രൈവറ്റ് ബിസിനസ്സാണ്. പാവത്തങ്ങൾ ജീവിക്കണ ഗവൺമെൻറ് ആശുപത്രി പോകണം. അവരവിടെ ഭക്ഷണം കഴിക്കാത്ത ഒരു ബൈസ്റ്റാൻഡേഴ്സ് കാണും. അവർക്ക് ആശുപത്രിയിൽ നിന്ന് ഭക്ഷണം രോഗികൾക്ക് കിട്ടും, ബൈസ്റ്റാൻഡറിന് കിട്ടത്തില്ല. നിങ്ങളവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നേരത്തെ എഴുന്നേൽക്കണം. ചിലർ അമ്മയെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിച്ചിട്ട് അവിടെ കൊണ്ട് കൊടുക്കും, സ്കൂട്ടർ സൈക്കിളെ വെച്ച്. ആ അമ്മ ചമ്മന്തി അരയ്ക്കുമ്പോൾ നിങ്ങളുടെ കൂടണം. ഞാൻ യൂത്തിനോടാണ് പറയണത്. 40% യൂത്താണേ ഉടമ്പടി എടുത്തിരിക്കണത്. അപ്പോൾ അവർ നല്ല മക്കളാണ്, ബുദ്ധിയുള്ള മക്കളാണ്, കൃപയുള്ള മക്കളാണ്. പക്ഷെ അവർക്ക് കാര്യം പറഞ്ഞാൽ അവർ ഇടിവെട്ടി പറയും. അപ്പോൾ അവർ നിങ്ങളെ അമ്മ ചെയ്യുമ്പോൾ ഈ ആശുപത്രിക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അമ്മയാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അമ്മയുടെ കൂടെ കൂടി സഹായിക്കണം. അപ്പോൾ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടല്ലോ കൈ കൊടയരുത്, കൈ ഒടിഞ്ഞു പോകും. മറിച്ച് സന്തോഷം തോന്നണം. ആ സന്തോഷം തോന്നിയിട്ടുണ്ടെങ്കിൽ ഉടമ്പടി ക്ലിക്കായിട്ടുണ്ട്. എൻ്റെ ആക്ച്വൽ ക്ലൈമറ്റായി ഉടമ്പടിയുടെ കറക്റ്റ് വർക്കൗട്ട് ചെയ്യുന്ന കാലാവസ്ഥയായിരിക്കണം. ഇപ്പോൾ നാട്ടിലൊക്കെ ചെമ്മീനായി ഇവിടെ മുഴുവൻ ആൾക്കാർക്ക്. നിങ്ങൾക്കുണ്ടോയെന്ന് അറിയത്തില്ല, നാട്ടിലൊക്കെ കുറേ ആൾക്കാർക്ക് ചെമ്മീൻ കിട്ടി. ഇപ്പോൾ എന്താ കാര്യം? കാലാവസ്ഥ അതാ. ഒരു നല്ല മഴ കഴിഞ്ഞു, പുഴയിലേക്ക് വെള്ളം കയറി, കടൽ വെള്ളവും നമ്മുടെ കായലിലെ വെള്ളം കൂടി യോജിച്ചു, ചോലയുണ്ടായി. അപ്പോൾ ആ ചെമ്മീൻ പിന്നെ ഒഴുക്കിന് കടലിലേക്ക് പോയി, അതൊക്കെ വലുതായിക്കൊണ്ടിരിക്കുന്നു. അതെന്നാൽ ഇത്തരം ചെമ്മയൊക്കെ ആയുള്ളൂ, ഇനിയും വലുതാവുന്നത്. അപ്പോൾ ചെമ്മീൻ്റെ കാലാവസ്ഥയാണത്. ക്ലൈമറ്റിനും അതുപോലെ ഉടമ്പടിക്കും ഒരു കാലാവസ്ഥ ഉണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യണതിന് സങ്കടം, പേടി, ഭയം, മറ്റൊരു നാട്ടുകാരെന്ത് കാണും, എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് മറ്റുള്ളവരെ, ദൈവത്തെക്കാൾ നാട്ടുകാരെ ഭയം, ഇങ്ങനെയുള്ള കാലാവസ്ഥയിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ സംവരണത്തിൽ തരണതാണ്. മറ്റുള്ളവരുടെ പ്രാർത്ഥന, അമ്മയുടെ കണ്ണീരൊക്കെ കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നതാണ് യൂത്ത്. പക്ഷെ അങ്ങനെ എന്നും കൊന്നും അമ്മയുടെ കണ്ണീരിൽ ജീവിക്കാൻ, അമ്മയൊക്കെ കണ്ണൊക്കെ അടയണ കാലത്ത് നമുക്ക് ജീവിക്കണ്ടേ? അതാണ് സത്യം. അപ്പോൾ അത് നോക്കിയിട്ട് നേരത്തെ തന്നെ അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എപ്പോഴും ചെയ്യണത് ഈ പരിശുദ്ധാത്മാവായാലും ഈശോയായാലും ദൈവപിതാവായാലും ഇവരെല്ലാം വ്യക്തികളാണ്. നമ്മളൊരു വ്യക്തിയോടാണ് ഇൻട്രാക്ട് ചെയ്യണത്. ഇവർ ഒരേ സമയം സത്തയിൽ പക്ഷേ ഏകമാണ്, ഒന്നാണ്. ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയും ഐസ് കട്ട പോലെ ഇരിക്കുമെന്ന് പറയും. എന്താണ്? ഐസ് കട്ടയിൽ വാതകമുണ്ട്, അതിങ്ങനെ വാതകം പോലെ പോണ കാണാം. അത് വെച്ചിട്ടുപോയാണ്, കരമായിട്ടിരിക്കും, അത് വെച്ചിട്ടുപോയാണ്, തലയ്ക്ക് വെള്ളം പോലെ വീഴും, അത് വെച്ചിട്ടുപോയാണ്. രണ്ട് ബോക്സും തന്നെ മാത്രമാണ്. ഇത് സത്തയിലൊന്നാണ്, പക്ഷേ 3 വ്യക്തികളാണ്. പക്ഷേ വ്യക്തികൾ ഈ ശക്തമായ ദൈവമാണ് നമ്മളിൽ വസിക്കുമ്പോഴേ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ എന്ന രീതിയിലാണ് പരിശുദ്ധാത്മാവ് നമ്മൾ വർക്ക് ചെയ്യണത്. പക്ഷേ സ്ഥിര ശാന്തമായ സാന്നിധ്യം, പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിലെപ്പോഴും ഉണ്ടാവും. ആക്ടിവേഷൻ പ്രിൻസിപ്പിളായിട്ട് പറയുന്ന പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ ഒരു പേഴ്സണാണ്. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർ 5:19 പരിശുദ്ധാത്മാവെ ദുഃഖിപ്പിക്കരുത് എന്നൊക്കെ പറയണത്. ഇല്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ 5:19 ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. 1 തെസ്സലോനിക്കർ 5:19 ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. എഫേസ്യസ് 4:27 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എഫേസ്യൻസ് 4:30 രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വേദനിപ്പിക്കരുതെന്നാ രക്ഷയുടെ ദിനമെന്ന് പറയണത്. നിങ്ങൾ ക്രിസ്തുവിൽ ഈ രക്ഷയുടെ ദിനമെന്ന് പറയുന്നതാണ്. ആധ്യാത്മിക അനുഭവത്തിൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രക്ഷയുടെ ദിനങ്ങളാണ് വരണത്. രക്ഷയുടെ ദിനങ്ങൾ, ഈ ബൈബിൾ ദിനമെന്ന് ഉപയോഗിക്കുന്നത്
ഒരു വലിയ കാലഘട്ടത്തെ മൊത്തമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദിനം, നിത്യതയെല്ലാം ബൈബിൾ ഉപയോഗിക്കുന്നത് വർഷമായിട്ടല്ല, അതൊരു ദിനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷയുടെ ദിനം പല അർത്ഥമാണ്. അതായത് രക്ഷയുടെ ഭൗതിക ദിനങ്ങളുണ്ട്, അതുപോലെ തന്നെ നിതാന്തമായ ദിനങ്ങളുണ്ട്. നമ്മളതിനെ ക്രോണോസ്, കൈറോസ് എന്നൊക്കെ ബൈബിളിൽ വ്യത്യസ്തങ്ങളായിട്ട് പറയും. പക്ഷേ ക്രോണോസിലും ഉണ്ടാകുന്ന പ്രശ്നം, അത് ഭൗതിക ദിനങ്ങളിൽ ഉണ്ടാകുന്ന വിഷയം ഭൗതിക ദിനങ്ങളാണ്, ഭൗതിക ദിനമായിട്ടല്ല. എന്നെല്ലാം നീ ക്രിസ്തുവിനെ അനുഭവിക്കുന്നു, അതെല്ലാം രക്ഷയുടെ ദിനങ്ങളാണ്. രക്ഷയുടെ ദിനങ്ങളാണ്. എല്ലാ ദിവസവും ക്രിസ്തുവിനെ നമ്മൾക്കറിയാമല്ലോ, എന്ത് ഉടമ്പടിയായാലും ബേസിക്കായിട്ട് നമുക്ക് കിട്ടേണ്ട അനുഭവം ക്രിസ്തു അനുഭവമാണ് ഉണ്ടാകണം. അതിന് ഓരോ ദിവസവും ക്രിസ്തു അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കും. ക്രിസ്തു അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്ന മാതൃശക്തിയും മാതൃകാശക്തിയുമായിട്ടൊക്കെയാണ് മറിയം. അതിന് ഏറ്റവും നമ്മളെ സഹായിക്കുന്ന സാങ്കേതികമായ ദൈവിക പദ്ധതിയാണ് ഉടമ്പടി. ആ ഉടമ്പടിയിലെ ലക്ഷ്യം എന്താണ്? ക്രിസ്തു അനുഭവമാണ് ലക്ഷ്യം. അപ്പം നിങ്ങളുടെ മനസ്സിലെല്ലാം ഈ സന്തോഷം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തു എന്നുള്ള വ്യക്തിയിലാണ്.